കണ്ണൂർ ഡെന്റൽ കോളേജ് മിച്ച ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇത് കൈവശം വെച്ചിരിക്കുന്നത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മറ്റു ചില മാഫിയ മാഫിയ നീക്കങ്ങൾ കൂടിയല്ലേ പുറത്തു വരുന്നത്? അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് മനസ്സിലാക്കുന്ന വളരെ അത്യന്തം ദയനീയമായിട്ടുള്ള സംഭവമാണത്. നിധിൻ രാജ് എന്ന് പറയുന്ന പിന്നാക്ക സമുദായക്കാരനായ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ ചില ആളുകൾ ഹരാസ് ചെയ്യുന്നു. അവിടുത്തെ ചില അധ്യാപകർ ചെയ്യുന്ന മാനേജ്മെൻറ്റ് താല്പര്യപ്രകാരമാണെന്നുള്ളത് നമുക്കറിയില്ല. അതേപോലെ തന്നെ അവിടെ വല്ല മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല. ഈവൻ ടു TCS അങ്ങനെയാണ്. TCS പോലുള്ള സ്ഥാപനങ്ങളിൽ പോലും ചില സഹോദരിമാർ അവിടെ ഇരുന്നിട്ട് HR ഹെഡാണെന്ന് പറയുക, ട്രൂ കോളർ കോളർ ഇത് ചെയ്യുന്ന ടെലിഫോൺ ചെയ്യുന്ന ആളുകളാണെന്ന് പറയുക, ടെലികോളറാണെന്ന് പറയുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആളുകൾ നടത്തുന്ന അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചില മതപരിവർത്തന ശ്രമങ്ങൾ പോലെ തന്നെയാണോ ഈ പറയുന്ന അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന, മെഡിക്കൽ കോളേജാണ് ദന്തൽ കോളേജാണെന്ന് എനിക്കറിയില്ല കേട്ടോ, അവിടെ ബോർഡ് വിലയിൽ എഴുതി വെച്ചിരിക്കുന്നത് ദന്തൽ കോളേജിൽ നിന്നാണ്. ഈ പറയുന്ന കോളേജിൽ നടക്കുന്നതെന്ന് അറിയില്ല. കാരണം ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പലരും ആദ്യ സമയത്ത് ഈ വിഷയം എടുത്തിരുന്നില്ല, ആരും ചർച്ച ചെയ്തിരുന്നില്ല. കാരണം അവർക്ക് ആ സമയത്ത് എല്ലാവരും സംബന്ധിച്ചറിയാമായിരുന്നു ഈ പലരും ഇതിനകത്ത് വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറയുന്ന കോളേജിൻ്റെ അധികൃതരിൽ നിന്ന് അടക്കമുണ്ടായിട്ടുണ്ട്. ഏകദേശം 200 ഏക്കർ സ്ഥലം എന്നാണ് എൻ്റെ ഓർമ്മ ആ കോളേജിനുള്ളത്. 200 ഏക്കർ സ്ഥലം കറുപ്പത്തോട്ടം എന്നാണ് കണ്ടതിന് പറയുക. ഈ കറുപ്പത്തോട്ടത്തിന് യഥാർത്ഥമായിട്ട് രീതിയിൽ നമ്മുടെ ഇതിൻ്റെ നിയമ ബോർഡിൻ്റെ ഒരു അംഗീകാരവും ലഭിച്ചിട്ടില്ല കോളേജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അംഗീകാരം ഇവർക്ക് നിർബന്ധമല്ല. ഞാൻ വേറെ വ്യത്യാസം, കേരളത്തിൽ പല സ്ഥാപനങ്ങൾ, ഇപ്പോൾ എറണാകുളത്ത് രാജാജി റോഡിലൊരു കെട്ടിടമുണ്ട്, മുകളിലിരുന്നിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥാനം. അതിനാരുടെ അനുവാദം ഇവിടുന്ന് കിട്ടിയത്? ഏത് കോർപ്പറേഷൻ? കൊച്ചിൻ കോർപ്പറേഷൻ അനുവാദം കൊടുത്തിട്ടുണ്ടോ? അനുവാദം കൊടുക്കാതിരിക്കുന്ന കോർപ്പറേഷൻ അനുവാദം കൊടുത്തില്ലെങ്കിൽ പോലും സംഘടിതമായിട്ടുള്ള മതശക്തിയുടെ പേരിൽ, ചില സ്വാധീനങ്ങളുടെ പേരിൽ അവർക്കവിടെ കെട്ടിടം ഉണ്ടാക്കാൻ സാധിക്കും. അവസാനം കെട്ടിടം ഉണ്ടാക്കി കഴിഞ്ഞ് അവരുടെ കച്ചവടം സ്ഥാപിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ കോർപ്പറേഷന് അനുവാദം കൊടുക്കുക. അതേപോലെ തന്നെ എറണാകുളത്ത് കല്ലൂരിനുണ്ട് മുത്തൂറ്റിൻ്റെ, അതിന് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഈ കോർപ്പറേഷൻ്റെയോ കേരള സർക്കാരിൻ്റെയോ ഒക്കെ പെർമിഷൻ ഇല്ലാതെ കണ്ട്, ലോക്കൽ ബോഡികളുടെ അനുവാദമില്ലാതെ കണ്ട് നിരവധി കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇത് നമുക്കൊന്നും ബാധകമല്ല. നമ്മളെപ്പോലെ ഇപ്പോൾ സാധാരണ ആളുകൾ വീട് വയ്ക്കുന്ന സമയത്ത് അതവിടെ മുനിസിപ്പാലിറ്റി പോകണം, അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോകണം, അവർ NOC മേടിക്കണം, അവർ പെർമിഷൻ മേടിക്കണം, അവിടെ കൈക്കൂലി കൊടുക്കണം. അതിനുശേഷം നമ്മൾ പണം മുടക്കി കെട്ടിടം പണിയണം. അതിനുശേഷം നമ്പർ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുവരണം. അപ്പോൾ ഇവർ വന്നിട്ട് അളക്കാൻ വേണ്ടി തയ്യാറാവും. ഇവർ അളന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും നൂലാമാലയുള്ള പ്രശ്നങ്ങൾ ഇവർ പറയും. ആ നൂലാമാല പരിഹരിക്കാൻ വേണ്ടിയിട്ട് വലിയ കൈക്കൂലി ഇവർ വാങ്ങിക്കും. അങ്ങനെയുള്ള ഒരുപാട് ബിൽഡിംഗ് ഇൻസ്പെക്ടേഴ്സ് കേരളത്തിലുണ്ട്. അങ്ങനെ കേരളത്തിലെ ടൗൺ പ്ലാനേഴ്സും ബിൽഡിംഗ് ഇൻസ്പെക്ടേഴ്സും ഒരുപാട് പേര് അഴിമതിക്കാരായിട്ടുള്ളവരുണ്ട്. ആ ഗണത്തിൽപ്പെട്ടവരുടെ പോലും അനുമതി കിട്ടാത്തൊരു സ്ഥാപനമാണ് ഈ പറയുന്ന കണ്ണൂരുള്ള ദന്തൽ കോളേജ് അഥവാ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ ഇതില് ഈ മിച്ചഭൂമിയിലാണെന്ന് ലാൻഡ് ബോർഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈമാറ്റങ്ങൾ റദ്ദാക്കണമെന്നും ഭൂമി ഏറ്റെടുക്കണമെന്നും ഉത്തരവുണ്ടാവുകയും ചെയ്തിരുന്നു. ഈ നിതിൻ രാജിന്റെ വിഷയം ഉണ്ടായ സമയം മുതൽ സാധാരണ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ സ്ഥാപനം ആരുടെ കൈവശം ഇരിക്കുന്നതാണ്, ആരാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം കൈയാളുന്നത് എന്നുള്ളതൊക്കെ വരും. പക്ഷേ ഇവിടെ ആ ഒരു കാര്യമേ ഈ കഴിഞ്ഞ ദിവസം വരെ സംസാരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് സംസാരിക്കില്ലല്ലോ. കാരണം സംഘടിതമായിട്ടുള്ള മതവിഭാഗങ്ങളുടെ സ്വാധീന ശക്തിയുള്ള ആളുകളുടെ, മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ, ഹാജിമാരായിട്ടുള്ള ആളുകളുടെ ഉടമസ്ഥാവകാശികളുടെ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന ഒരു രേഖകളും ആരും ചർച്ച ചെയ്യില്ല. കാരണം അവർക്ക് കെട്ടിടം പണിയാനുള്ള അവകാശമുണ്ട്. കാരണം അവർ മതന്യൂനപക്ഷമാണ്. അവർക്ക് ആരെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല. അനുവാദമില്ലാതെ കണ്ട് കെട്ടിടങ്ങൾ പണിത കെട്ടിടത്തിന് മാത്രം അനുവാദം മേടിക്കുക എന്നവരാണ് ഇവരിൽ പലരും കൂടുതലുള്ളത്. കാരണം ഇവർ മന്ത്രിമാരവിടെ ഭരിക്കുന്നത്. ഇപ്പോൾ ആര് ഭരിച്ചാലും, ഇടതുപക്ഷം ഭരിച്ചാലും കൊള്ളാം, വലതുപക്ഷം ഭരിച്ചാലും കൊള്ളാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും അത് ഇപ്പോൾ ഈ എറണാകുളത്തേക്ക് തന്നെ കെട്ടിടങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും ഭരിച്ച സമയത്താണ്. ഈ രണ്ട് മുന്നണിക്കാരെ സംബന്ധിച്ച് ഇത് പ്രശ്നമല്ല. അവർക്ക് രണ്ടുപേർക്കും ഒരു വിഷയമേ അല്ല. അവർ കെട്ടിടം പണിതിന് ശേഷം മാത്രം വേണ്ടി വന്നാൽ അനുവാദം കൊടുക്കാൻ തയ്യാറാണ്. അനുവാദം കൊടുക്കാൻ തയ്യാറാണ്. അപ്പം അങ്ങനെയുള്ളൊരു വലിയ സംവിധാനമുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വലിയ പ്രശ്നം ഈ പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനായിരിക്കുന്ന നിധിൻ രാജ് ആത്മഹത്യ ചെയ്യുന്ന പ്രശ്നമാണത്. അതിനകത്ത് പ്രതികളായിരിക്കുന്ന ആളുകൾ റാമും വേറൊരു ലേഡി ടീച്ചറും കൂടിയാണ്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ള 2 പേര് അതിനകത്ത് വരുന്നു. അവർ അബ്സ്കൗണ്ടിങ് ആണ്. അവരെ പോലീസിന് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പോലീസിന് ഇവിടുത്തെ സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ മരണത്തെ സംബന്ധിക്കുന്ന ഒരു വേവലാതിയില്ല. ഇവർ പലപ്പോഴും പരപ്പുറത്ത് നിന്നിട്ട് വലിയ രീതിയിൽ പിന്നാക്കക്കാരന് വേണ്ടിയിട്ട്, പട്ടികജാതിക്കാരന് വേണ്ടിയിട്ട്, ദളിതിന് വേണ്ടിയിട്ടൊക്കെ വിളിച്ചു കൂവുന്ന പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഭരണകർത്താക്കളും ഇവരെല്ലാവരും ചേർന്ന് വലിയൊരു അച്ചുതണ്ട് ഇതിനകത്തുണ്ട്.
ഇതിനകത്ത് ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഇത്തരം കാര്യങ്ങൾ വലിയ പങ്കുണ്ട്. അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിധിൻ രാജ് മരിച്ചു പോട്ടെ, അവിടെ നമ്മുടെ പെരുമ്പാവൂർ പെൺകുട്ടി മരിച്ചല്ലോ, മറ്റേ ഒരു വക്കീലൊക്കെ ആയിരുന്നു ജിഷ ജിഷ, അവളുടെ മരണത്തിൽ എവിടെ പോയി? പൂക്കോട് പൂക്കോട് മരണം. സിദ്ധാർത്ഥന്റെ മരണം ഉണ്ടായി. കേരളത്തെ സംബന്ധിച്ച് ഇത്തരം മരണങ്ങൾ വളരെ വ്യാപകമാണ്. പക്ഷെ അവർക്ക് ഈ ഭരിക്കുന്നവർക്ക് ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ്, പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ഒറ്റപ്പെട്ട സംഭവമാണ്. ഇത് കൂട്ടിവെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഇത് ഈ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ കാരണം ഇനി ഇവർക്ക് ഈ സംഭവത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തില. നല്ല ഭാഷയെ പറഞ്ഞ അതാണ്. ഈ സംഭവത്തെ ഒറ്റപ്പെടുത്തിയിട്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഒറ്റ ദുരുദ്ദേശമാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. ഇത് സംഭവമല്ലാതിരിക്കണം. ഞാൻ പലപ്പോഴും നേരത്തെ പറയാറുണ്ട്, കേരളത്തിൽ ഇത്തരം ഏത് വ്യാജ സംഭവ വികാസങ്ങൾ ഉണ്ടായാലും എല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോബിയുടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ്. ഇപ്പം ഈ പറയുന്ന കണ്ണൂർ ദന്തൽ കോളേജിൽ ഈ കുട്ടി നിതിൻ രാജ് മരിച്ചു. അവൻ മരിച്ചതിൽ അവൻ്റെ അച്ഛന് പോയി, അവൻ്റെ അമ്മയ്ക്ക് പോയി, അവൻ്റെ കുടുംബത്തിന് പോയി. അതിൻ്റെ അപ്പുറത്ത് ഇതിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കറിയാലോ, എറണാകുളത്ത് അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചുപോയി. അവൻ്റെ വീട് വട്ടവടയിലാണ്. അവൻ അവിടെ നിന്ന് വിളിച്ചു വരുത്തിയിട്ടാണ് അവനെ കൊല്ലുന്നത്. എവിടെ എത്തിയ അതിൻ്റെ അന്വേഷണം? കോടികളാണല്ലോ പിരിച്ചത്. കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കോടികളാണ് പിരിച്ചത്. ലക്ഷക്കണക്കിന് 1,00,000 താഴെ എമൗണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ചേർത്ത് അവർ സഹായിച്ചു. ബാക്കിയെല്ലാം പാർട്ടിയുടെ ഫണ്ടിലേക്ക് എത്തി. എറണാകുളത്ത് പാർട്ടി ഒരു പടുകൂറ്റൻ കെട്ടിടം പണിതുയർത്തി. അതിനുവേണ്ടി കോടിക്കണക്കിന് റുപ്യ ചെലവഴിച്ചു. ഇപ്പം ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം. ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനവും. ഈ രണ്ട് കൂട്ടരും സംഘടിതമായുള്ള മതവിഭാഗത്തിന് വേണ്ടിയിട്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു സമീപനമാണ് രണ്ടുപേരെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരിക്കലും അഞ്ചരക്കണ്ടിയിലെ കണ്ണൂർ ദന്തൽ കോളേജിനെ സംബന്ധിക്കുന്ന ഒരു വിവരങ്ങളും കേരളത്തിൽ പുറത്തു വരില്ല. അതിനകത്ത് ലാൻഡ് മാഫിയ ഉണ്ടാവാം. അതെ, ഇതിപ്പോ മിച്ചഭൂമിയിലെ കാര്യം പിടിക്കാൻ പറഞ്ഞിട്ട് 2016 ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ 2016 ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കൈവശക്കാരെ എന്ന് പറയുന്നത് പഴയങ്ങാടി മുനീറ മൻസിൽ അബ്ദുൾ ജബ്ബാർ ഹാജി, മക്കളായിട്ടുള്ള ജസീറത്ത് ജബ്ബാർ, ജാബിർ ജബ്ബാർ, ജുനൈദ് ജബ്ബാർ എന്നിവരുടെ പേരിൽ നിയമ നടപടി തുടങ്ങിയെന്നാണ് പറയുന്നത്. ഈ നിയമ നടപടി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പയ്യൻ മരിച്ചല്ലോ. അപ്പോൾ അംഗീകാരമില്ലാത്ത കെട്ടിടം എങ്ങനെ ഇവരുടെ പണിതു? ആ സ്ഥലത്തിന് എങ്ങനെയാണ് ഇവർക്ക് മെഡിക്കൽ കോളേജിന് അനുവാദം കൊടുത്തത്? എങ്ങനെയാണ് അവിടെ ദന്തൽ കോളേജ് വന്നത്? എങ്ങനെയാണ് അവിടെ കുട്ടികളെ പ്രവേശിപ്പിച്ചത്? എനിക്ക് ഉത്തരവിൽ പറയാൻ ബാധ്യസ്ഥരല്ലേ? എങ്ങനെയാണ് ഈ പറയുന്ന റാമടക്കമുള്ള ആളുകൾ ഇവർ അധ്യാപകരായിട്ട് വെച്ചത്? അവിടെ നിരവധി അധ്യാപകരെ നിയമിച്ചിട്ടുണ്ടല്ലോ. ആ നിയമത്തിനൊക്കെ ഇവർ പണം വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണ് ഇവർ നിയമിച്ചത്? ഇതിനൊക്കെ ഒരു രേഖ വേണ്ടേ? ഈ തരത്തിൽ രേഖകളുണ്ടോ? ഇവിടെ എന്തിനാണ് ഒരു മെഡിക്കൽ സംവിധാനം? ഇവിടെ എന്തിനാണ് കേരളത്തിലൊരു ആരോഗ്യവകുപ്പിന് എന്തിനാ? മന്ത്രി എന്തിനാണ്? അവരിത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കേണ്ടതല്ലേ? അവർ സെക്രട്ടറി എന്തിനാണ്? കൈക്കൂലി മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ആരോഗ്യവകുപ്പിന് സെക്രട്ടറിയോ ഡയറക്ടർക്ക് ആവശ്യമുണ്ടോ? ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരമുള്ള ആളുകളുടെ ഒരു ശ്രദ്ധയും ഈ പറയുന്ന ദന്തൽ കോളേജിനെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. കാരണം അതിൻ്റെ ഉടമസ്ഥര് അതിശക്തരാണ്. അവർ ഏതെല്ലാം രാഷ്ട്രീയ ബന്ധമുണ്ടെന്നുള്ള നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടാണോ, മുസ്ലിം ലീഗ് ആയിട്ടാണോ, കോൺഗ്രസ് ആയിട്ടാണോ, SDP ആയിട്ടാണോ എന്ന് മാത്രമേ അറിയാനുള്ള സംശയമുള്ളൂ. ഏതാണെങ്കിലും ഒന്ന് തന്നെയാണ്. ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും SDP ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഒരേ പക്ഷം തന്നെയാണ്. ഈ പക്ഷത്തിനെല്ലാമുള്ള സ്വഭാവം ഈ പറയുന്ന നിധിൻ രാജിൻ്റെ മരണത്തെ അതിനെ മറച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കാരണം ഇപ്പം മരിച്ച സമയത്ത് ആ കുട്ടിയെ ഹരാസ് ചെയ്തു. അവന് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം വന്നു. ആ സാഹചര്യത്തിലാണ് കുട്ടി മരിക്കുന്നത്. ആ മരിച്ച ദിവസങ്ങളോളം കേരളത്തിലെ മാധ്യമങ്ങൾ അത് മറച്ചു വെച്ചു. ആ സംഭവം മറച്ചു വെച്ചവരാരും സന്ധ്യയ്ക്ക് ഈ വിഷയം ചർച്ച നടത്തിയില്ല. അവരാരും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. മാധ്യമങ്ങളെല്ലാം ചെറിയ ചെറിയ വാർത്തകൾ മാത്രം വന്നു. അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് മറ്റുള്ള രംഗത്ത് നിന്നല്ല, സോഷ്യൽ മീഡിയ അടക്കം ഈ രംഗത്ത് സജീവമായതിനു ശേഷമാണ് മാധ്യമങ്ങൾ ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്നത്. ഈ സമയത്താണ് ഇപ്പോഴും അവർക്കറിയില്ല എത്ര ഭൂമിയുണ്ടെന്ന് അറിയില്ല, ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് അറിയില്ല, ആരാണ് മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുത്തതെന്നറിയില്ല. നിരവധി വർഷം മെഡിക്കൽ കോളേജിന് അംഗീകാരം കിട്ടാത്തതിൻ്റെ പേരിൽ പ്രശ്നത്തെ സംബന്ധിച്ച് ചർച്ച അവരാരും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ മെഡിക്കൽ കോളേജിൽ ഈ കുട്ടിയുടെ മരണവും അതേപോലെ തന്നെ അനധികൃതമായിട്ട് നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജും, ഇത് രണ്ടും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ഇന്നത്തെ കൃത്യമായിട്ട് ചിത്രമാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.